ഡൽഹിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി BJPയെ വിജയിപ്പിക്കാൻ കൂട്ടുനിന്നു എന്ന് ഡാറ്റകൾ നിരത്തി ഫീൽഡ് വർക്ക് നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രസൻറ്റേഷൻ തന്നെ നടത്തുകയായിരുന്നു രാഹുൽ ഗാന്ധി. നമ്മൾ ആ വാർത്താ സമ്മേളനം, ആ പ്രസൻറ്റേഷൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അതിനെ തുടർന്നുള്ളൊരു ചർച്ചയാണ് ഇന്ന് ഇൻസൈറ്റിൽ ഉദ്ദേശിക്കുന്നത്. സ്വാഗതം. രാഹുൽ ഗാന്ധിയുടെ പ്രസൻറ്റേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരുപാട് അലിഗേഷനാണ് ഇലക്ഷൻ കമ്മീഷനെതിരെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ വോട്ട് മോഷണത്തിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറയാൻ ശ്രമിച്ചത്. അതിനുവേണ്ട ഡാറ്റകളാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അദ്ദേഹം വിശേഷിപ്പിച്ചതുപോലെ ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ആറ്റം ബോംബായി മാറുമെന്ന് ഈ പ്രസൻറ്റേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നുന്നുണ്ടോ? ഗൗരവമുള്ള വലിയ പരിശോധന ആവശ്യമുള്ളൊരു ആക്ഷേപമായിട്ട്, ഒരു ആരോപണമായിട്ട് നമ്മളതിനെ കാണണം. ഇത് ആറ്റം ബോംബ് ആവുമോ അല്ലയോ, അല്ലെങ്കിൽ ഒരു വലിയ സ്ഫോടനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുകയോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇതെങ്ങനെ ഫോളോ അപ്പ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മലയാളത്തിലെ മീഡിയയാണ് ഏതാണ്ട് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം പൂർണ്ണമായി തത്സമയം കാണിച്ചത്. മറ്റ് നാഷണൽ മീഡിയയൊക്കെ കുറച്ചൊക്കെ കാണിച്ചു എന്നുള്ള ഒഴിച്ചാൽ അല്ല, അതിൻ്റെ ഒരു പൂർണ്ണമായ കവറേജിലേക്ക് അവർ പോയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല. മലയാളത്തിലെ ചാനലുകൾ പോലും ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞതിൻ്റെ തൊട്ട് പുറകെ അതിനെ ചൊല്ലിയുള്ള ഡിസ്കഷൻസിലേക്ക് പോകാതെ മറ്റു വാർത്തകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു ടെലിവിഷൻ വാർത്താ രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗൗരവമുള്ളൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്ഷൻസ് എടുക്കൽ, അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസിലേക്ക് പോകൽ, പഴയ ഇലക്ഷൻ കമ്മീഷണർമാരായിട്ട് ആളുകൾ ആരെങ്കിലും കിട്ടുമെങ്കിൽ അവരുടെ ഡിസ്കഷൻ, ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒട്ടും ഗൗരവമില്ലാത്ത കാര്യങ്ങളിൽ പോലും അത്തരം ചർച്ചകൾ നടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇത്രയും ഗൗരവമുള്ളൊരു ആക്ഷേപം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ട് പ്രതിപക്ഷ ശബ്ദത്തിന് കൂടുതൽ കരുത്തുള്ള മലയാളത്തിൽ പോലും, നമ്മുടെ പരിസരങ്ങളിൽ പോലും ടെലിവിഷൻ ചാനലുകൾ അതിലേക്ക് പോയില്ല എന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ആക്ഷേപത്തെ എങ്ങനെയാണ് മാധ്യമങ്ങൾ വരും ദിവസങ്ങളിൽ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വരും ദിവസങ്ങളിൽ ഇത് എങ്ങനെ ഫോളോ ചെയ്യപ്പെടും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ ഗ്രാവിറ്റി എന്നുള്ളത്. അതർവൈസ് പ്രതിപക്ഷ സഖ്യം, ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കണം. ഇതിപ്പോൾ 543 ലോക്സഭാ സീറ്റുകളിൽ ഒരു സീറ്റിലുള്ള ആ ലോക്സഭാ സീറ്റിൻ്റെ പരിധിയിൽ വരുന്ന 7-8 നിയമസഭാ മണ്ഡലങ്ങളിലെ ഒരു മണ്ഡലത്തിലെ മാത്രം വോട്ടർ ഡേറ്റയാണ് ഈ പരിശോധിച്ച് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് പരിശോധിക്കാൻ തന്നെ ഏതാണ്ട് 6 മാസം സമയമെടുത്തു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിൻ്റ് ഔട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വോട്ടർ ഡാറ്റ ചോദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഡേറ്റയും, ഈ 2 ഡേറ്റയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോൺഗ്രസ് പാർട്ടി ചോദിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ഇലക്ട്രോണിക് രൂപത്തിൽ കൊടുക്കാതെ അത് നിങ്ങൾ പൈസ അടച്ച് പ്രിൻ്റ് ഔട്ട് എടുത്തോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രിൻ്റ് ഔട്ട് പരിശോധിച്ച് ഈ ഡാറ്റയിലേക്ക് എത്തുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു വലിയ എഫേർട്ട് ആവശ്യമുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഒരു മീഡിയ സപ്പോർട്ട് ഇതിനുണ്ടാവണം. ഇത് വസ്തുതയാണോ അല്ലയോ എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്ന വിധത്തിലുള്ളൊരു മാധ്യമ ഇടപെടൽ ഉണ്ടാവണം. അല്ലെങ്കിൽ പ്രതിപക്ഷം ഒന്നടങ്കം ഇതിനെ ഒരു ഗൗരവമുള്ള വിഷയമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ തീരുമാനം. എന്നാൽ മാത്രമേ അത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ മാത്രമേ ഇത് തീരുമാനിക്കുള്ളൂ ഇത് എന്താവും എന്നുള്ളത്. ഒരു 11,000-ഓളം വരുന്ന വോട്ടർമാരെ ഡബിളാക്കി കാണിക്കുക, അതുപോലെ ഡാറ്റ അക്യുറേറ്റ് അല്ലാതിരിക്കുക, ഫോട്ടോ ഇല്ലാതിരിക്കുക. ഇപ്പോൾ ചില ആരോപണങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ വല്ലാതെ നെട്ടിപ്പോകും. നമ്മൾ ഈ കീബോർഡിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ കൈ ഓടിച്ചാൽ കാണുന്ന രൂപത്തിൽ അങ്ങനെ അച്ഛൻ്റെ പേരൊക്കെ രേഖപ്പെടുത്തുക. സ്വാഭാവികമായും ഇലക്ഷൻ കമ്മീഷൻ എന്തോ മറച്ചു വെക്കാനുണ്ട് എന്നെങ്കിലും എല്ലാവർക്കും ബോധ്യപ്പെടുകയല്ലേ ചെയ്യുന്നത്. ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ 5 തരത്തിലുള്ള ക്രമക്കേടുകളാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന് ഡ്യൂപ്ലിക്കേഷനാണ്. അതായത് ഒരാളുടെ പേര് തന്നെ വോട്ടർ പട്ടികയിൽ പല വാർഡുകളിലോ അല്ലെങ്കിൽ പല അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികളിലോ ഒക്കെ ആയിട്ട് ഉണ്ടാവുക. അതിപ്പോൾ നമ്മളിവിടെ കേരളത്തിൽ കഴിഞ്ഞ 2 ഇലക്ഷൻ സമയത്തും ഇതേ അലിഗേഷൻ കേരളത്തിൽ കോൺഗ്രസ് ഉയർത്തിയിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം, എനിക്ക് തോന്നുന്നു ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 2021 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ആറ്റിങ്ങലിൽ ആദ്യമായിട്ട് ഈ ആക്ഷേപം വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ.
അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ് ഈ ആളുകളുടെ പേരും ചിത്രവും അടക്കം വോട്ടർ പട്ടിക ഇലക്ഷൻ സമയത്താണല്ലോ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ അത് വെച്ചിട്ട് 2, 3, 4 ആളുകൾ അവിടെ ഇവിടെയും പല സ്ഥലങ്ങൾ, അത് ഒരു മണ്ഡലത്തിൽ തന്നെ 1, 2 വാർഡുകളിലായിട്ട് അല്ലെങ്കിൽ 1, 2 അസംബ്ലി സെഗ്മെൻറ്റ്സിലായിട്ട് ഇവരുടെ പേരുണ്ട് എന്ന് ഒന്നിലധികം ആളുകളുടെ ഇത് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പരിശോധിക്കാൻ തയ്യാറായത്. അതിനുശേഷം സമാനമായ ആക്ഷേപം മറ്റു പല മണ്ഡലങ്ങളിലും വരികയും ഈ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാനായിട്ട് നടപടികൾ സ്വീകരിച്ചു എന്ന് പറയുകയും ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കിയതിൻ്റെ ലിസ്റ്റ് അല്ലെങ്കിൽ എണ്ണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നിലനിൽക്കുന്നതാണ് എന്ന് നമുക്ക് ഇവിടുത്തെ അനുഭവത്തിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഉള്ളത് ഫേക്ക് ആൻഡ് ഇൻവാലിഡ് അഡ്രസ്സാണ്. അതിൽ ആ പ്രസൻറ്റേഷനിൽ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് നമ്പർ 0, ഹൗസ് നമ്പർ 0, ഹൗസ് നമ്പർ 00, ഹൗസ് നമ്പർ 0 എന്ന് പറയുന്ന നിരവധി വോട്ടർമാരുടെ പേരുകളാണ് അതിലുള്ളത്. 1-2 പേരുടെ പേരല്ല ഈ പ്രസൻറ്റേഷനിൽ കാണിച്ചത്. അങ്ങനെ തന്നെ ആയിരക്കണക്കിനുണ്ട് എന്ന് പറയുന്നു. കാരണം പ്രസൻറ്റേഷനിൽ കാണിക്കുന്നതിന് പരിമിതി ഉണ്ട്, എല്ലാം കാണിക്കാൻ പറ്റില്ലല്ലോ, അത്ര ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇലക്ഷൻ കമ്മീഷനിൽ 00 എന്ന ഹൗസ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 0 എന്ന ഹൗസ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു വോട്ടർക്ക് രജിസ്ട്രേഷൻ കിട്ടുക? അത് ഇലക്ഷൻ കമ്മീഷനുള്ളവർ കൂടി സഹകരിച്ചാൽ മാത്രമല്ലേ അത് നടക്കുകയുള്ളൂ. ആ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ടാണ് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിഞ്ഞുകൊണ്ടാണോ എന്ന സംശയം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സാലിം ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഫാദേഴ്സ് നെയിം എന്നുള്ളിടത്ത് ASDF GF അല്ലെങ്കിൽ LJKP2 എന്നൊക്കെ പറഞ്ഞ് വെറുതെ നമ്മളിങ്ങനെ കീബോർഡിൽ കൈവിരൽ ഓടിച്ചു കഴിഞ്ഞാൽ അക്ഷരങ്ങളിങ്ങനെ പതിയുമല്ലോ, അതുപോലെ പതിഞ്ഞതുപോലെ ഫാദേഴ്സ് നെയിം അല്ലെങ്കിൽ ഹസ്ബൻഡ്സ് നെയിം എന്നൊക്കെ രേഖപ്പെടുത്തിയെടുത്ത് ഇങ്ങനെ പലതും കാണാൻ സാധിക്കുന്നു. അതും 1, 2 ഒന്നുമല്ല, പല പേരുകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ പേരുണ്ടാവുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതും ഇലക്ഷൻ കമ്മീഷനിലുള്ള ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടെ അല്ലാതെ ഇതെങ്ങനെ നടക്കും, ഇലക്ഷൻ കമ്മീഷൻ്റെ അറിവോടുകൂടെ അല്ലാതെ എങ്ങനെ നടക്കും എന്നുള്ള ചോദ്യമാണ് രാഹുൽ ഗാന്ധി വേറൊന്ന് ചോദിക്കുന്നത്. അതുപോലെയുള്ളത് ഇൻവാലിഡ് ഫോട്ടോസ്, അതും വളരെ പ്രധാനമാണ്. കാരണം ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് എലക്ഷന് നിർബന്ധമാക്കിയിട്ട് വർഷങ്ങളായി. അത് കഴിഞ്ഞ് പല തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു ഇന്ത്യ മഹാരാജ്യത്ത്. ഇപ്പോഴും ഫോട്ടോയുടെ സ്ഥാനത്ത് ഒന്നുമില്ലായിരിക്കാം. എന്താ പറയുക, ഒരു ഫോട്ടോ ഇല്ലാത്ത സ്ഥലങ്ങൾ അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഫോട്ടോ, ഇതൊക്കെ ആ പ്രസൻറ്റേഷനിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുക? ഇത് വെച്ച് എങ്ങനെയാണ് വോട്ട് ചെയ്യുക? ഇത് നടക്കുന്നുണ്ട് എങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുവാദത്തോടു കൂടിയല്ലേ നടക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും തകരാറുണ്ടാവണം. സോഫ്റ്റ്വെയർ തകരാറുണ്ടെങ്കിൽ അത് എല്ലായിടത്തും ബാധകമാവണം. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകേണ്ടി വരും. അതുപോലെ പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇൻവാലിഡ് ഫോട്ടോസ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മിസ്യൂസ് ഓഫ് ഫോം 6 ആണ്. അത് ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരാൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി പൂരിപ്പിച്ചു കൊടുക്കുന്ന ഫോം 6 അത് പല സ്ഥലത്തായിട്ട് കൊടുക്കുന്നു, എന്നിട്ട് പലതവണ വോട്ട് ചെയ്യുന്നു. ഇതും വലിയ തോതിൽ നടക്കുന്നുണ്ട് എന്നാണ്. അതാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നതായിട്ട് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. 33,000 ചില്ലറ വോട്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവരുടെ പഠനത്തിൽ കണ്ടെത്തിയതെന്നാണ് അവർ പറയുന്നത്. അതിനും തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ഒരാളുടെ ഫോട്ടോ ആണ് കാണിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ആദ്യ വോട്ട് ചെയ്യുന്ന ആളുടെ പ്രായം എന്ന് പറയുന്നത് 70-75 വയസ്സൊക്കെയാണ്. സാധാരണ ഇതിൽ ഒരു 18 വയസ്സിലുള്ള ആളുകൾക്കാണ് കന്നി വോട്ടിന് ഫോം 6 കൊടുക്കുക, ആദ്യത്തെ വോട്ട് എന്നുള്ള നിലയിൽ. ഇപ്പോൾ ജനുവരി 1-നാണ് വോട്ടർ പട്ടിക പുതുക്കുന്നതെന്ന് തീരുമാനിക്കുന്നത്. ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയാകുന്ന ആൾക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഫോം 6 കൊടുക്കുക. ഇത് 70-75 വയസ്സുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഫോം 6 കൊടുത്തിട്ട് പല സ്ഥലങ്ങളിൽ വോട്ട് ചേർക്കുക എന്നുള്ള ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. പിന്നെ ഒന്നുള്ളത് ഒരേ അഡ്രസ്സിൽ ഒരുപാട് ആളുകൾ, അത് പക്ഷേ നമുക്ക് പരിചിതമാണ്. ഇപ്പോൾ ചില സ്ഥാപനങ്ങൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയമസഭാ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഉള്ള ഏതെങ്കിലും ഒരു വർക്ക് പ്ലേസ്, ആ വർക്ക് പ്ലേസിൻ്റെ അഡ്രസ്സിൽ ചിലപ്പോൾ 4-5 ആളുകൾക്ക്, ചിലപ്പോൾ 10-15 പേർക്കൊക്കെ വോട്ട് ചേർക്കുന്ന സമ്പ്രദായമുണ്ട്, രീതിയുണ്ട്. അതൊരു വർക്ക് പ്ലേസാണ്, അവിടെ ആളുകൾ വർക്ക് ചെയ്യുകയും അവിടെ താമസിക്കുകയും ചെയ്യുന്നു എന്നുള്ള അസംഷനിലാണ് അങ്ങനെ ചേർക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഒരു മുറിയുടെ അഡ്രസ്സാണ്. അവിടെ ഫിസിക്കലി പോയി നോക്കി അവിടെ ഒരു മുറി മാത്രമേ, അതിൻ്റെ ഫോട്ടോ അവർ കാണിക്കുന്നുണ്ട്, ഒരു മുറി മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. അവിടെ 80-46 പേർക്കൊക്കെ ഒരേ അഡ്രസ്സിൽ, ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതെങ്ങനെയാണ് ഒരു അഡ്രസ്സിൽ 80 പേർക്ക് വോട്ടുണ്ടാവുക എന്നുള്ളത് ന്യായമായ സംശയം തോന്നുമല്ലോ.
അപ്പോൾ ഇതൊന്നും തോന്നാതെ 80 പേർക്ക് അവിടെ വോട്ട് അനുവദിക്കുന്നു, 46 പേർക്ക് വോട്ട് അനുവദിക്കുന്നു. രാഹുൽ ഗാന്ധി പറയുന്നത് ഈ 46 അഡ്രസ്സിലും ഇവരുടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ചെന്ന് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു അഡ്രസ്സും ഇല്ല, ആളും ഇല്ല എന്ന് പറഞ്ഞു, കണ്ടെത്തി എന്നാണ്. അങ്ങനെയാണെങ്കിൽ അടിമുടി വ്യാജമാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു പ്രശ്നമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ ഇതെന്തുകൊണ്ട് അട്ടിമറി ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി 2009 മുതൽ 2024 വരെ BJP ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണിത്. 2009 ഏതാണ്ട് 35,000 വോട്ടിനാണ് അവർ ജയിക്കുന്നത്. 2014 ആകുമ്പോൾ അത് 1,00,000 മുകളിലായിട്ട് ലീഡ് വരുന്നുണ്ട്. 2019 1,00,000 മുകളിൽ ലീഡുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പക്ഷേ വീണ്ടും 33,000 ലീഡ് താഴുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയം പ്രതീക്ഷിച്ചിരുന്ന ഒരു മണ്ഡലമാണ്. അവരുടെ വളരെ പ്രധാനപ്പെട്ട മൻസൂർ അലി ഖാൻ എന്നോ മറ്റോ ആണ് മൂപ്പരുടെ പേര്, അദ്ദേഹമാണ് അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. മുസ്ലിം മൈനോറിറ്റിക്ക് ഏതാണ്ട് 16-17% വോട്ടുള്ള മണ്ഡലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊരു മുൻതൂക്കം പ്രതീക്ഷിച്ചിരുന്നു. അത് രാഹുൽ ഗാന്ധി അത് പറയുന്നതെന്ന് വെച്ചാൽ ബാക്കി 7 മണ്ഡലങ്ങളിലും ആകെ 8 മണ്ഡലങ്ങളോ 8 നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലുള്ളത്. അതിൽ 7 നിയമസഭാ സീറ്റിലും കോൺഗ്രസ് മുന്നിൽ നിന്നു. ഇവിടുത്തെ ഒറ്റ മണ്ഡലത്തിലെ ലീഡ് കൊണ്ട് മാത്രം ഈ 30,000 വോട്ടിൻ്റെ ആധിപത്യത്തിൽ BJP അവിടെ ജയിച്ചു. അതുകൊണ്ടാണ് ഈ മണ്ഡലത്തിൻ്റെ മാത്രം വോട്ടർ ഡാറ്റ പരിശോധിക്കാൻ തീരുമാനം. അത് പരിശോധിക്കുമ്പോഴാണ് ഏതാണ്ട് 1,11,220 വോട്ടോ അങ്ങനെ എന്തോ ഒരു കണക്ക് പറയുന്നുണ്ട്. 1,250 വോട്ട്, 1,250 വോട്ട് ഇതുപോലെ പേരില്ലാത്തവർ, വീടില്ലാത്തവർ, പിതാവിൻ്റെ സ്ഥാനത്ത് ASDF GF എന്ന് രേഖപ്പെടുത്തിയ ആളുകൾ, ഒരു അഡ്രസ്സിൽ തന്നെ 80 വോട്ടുള്ള ആളുകൾ, പിന്നെ ഫോം 6 കൊടുത്തിട്ട് പുതുതായി വോട്ട് ചേർത്തവർ, ഇങ്ങനെ ഉള്ള അടിമുടി വ്യാജന്മാരായിട്ടുള്ള 1,250 വോട്ട് അവിടെ ചേർത്തിരുന്നു എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതൊരു വലിയ അലിഗേഷനാണ്. ഇത് ഒരു മണ്ഡലത്തിലാവില്ലല്ലോ ഇത് നടന്നിട്ടുണ്ടാവുക, പല മണ്ഡലത്തിൽ നടന്നിരിക്കാം. അപ്പോൾ ഇത് എല്ലായിടത്തെയും ഡാറ്റ ക്രോസ് ചെക്ക് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷനാണ് എന്താണെങ്കിലും. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു മണ്ഡലം പഠിക്കാൻ തന്നെ 6 മാസം സമയമെടുത്തു എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്, രാഹുൽ ഗാന്ധി പറഞ്ഞത്. സ്വാഭാവികമായും ഇതിൻ്റെ ഡിജിറ്റൽ ഡാറ്റ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്നില്ല, CCTV ഫുട്ടേജുകൾ നൽകുന്നില്ല, ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളും ഉന്നയിക്കുകയുണ്ടായി. ഇലക്ഷൻ കമ്മീഷൻ ഇതിന് മറുപടി പറയാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ നിലവിൽ ഉണ്ടായിരിക്കെ തന്നെ ഈ ഒരു സമീപനം ഇലക്ഷൻ കമ്മീഷൻ തുടരുകയാണെങ്കിൽ ഈ ആരോപണത്തിൻ്റെ ഭാവി എന്തായിരിക്കും? അതാണ് ഞാൻ പറഞ്ഞത്. ഇതെങ്ങനെ ഇത് ഫോളോ അപ്പ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. ഇതിന് മുമ്പ് അലിഗേഷൻസ് വന്നതെന്ന് വെച്ചാൽ മഹാരാഷ്ട്ര അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് കൗണ്ട് ചെയ്തു എന്നോ പോൾ ചെയ്ത് അത്രയും വോട്ട് കൗണ്ട് ചെയ്തില്ല എന്നൊക്കെയുള്ള അലിഗേഷൻസ് ഉയർന്നു വന്നിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ നമ്പർ ചെറുതായിരുന്നു. ഒരു മണ്ഡലത്തിലെ വിജയത്തെ മറികടക്കാൻ പാകത്തിലുള്ള നമ്പർ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും എങ്ങനെയാണിത് കൂടുക, വോട്ടിംഗ് EVM-ൽ കൗണ്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എങ്ങനെയാണിത് കുറയുക EVM-ൽ കൗണ്ട് ചെയ്യുമ്പോൾ എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ റിലവൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിന് പോലും ഇലക്ഷൻ കമ്മീഷൻ ഒരു തൃപ്തികരമായിട്ടുള്ള മറുപടി ഇതുവരെ തന്നിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ അത് ഡാറ്റയിലുള്ള മിസ്മാച്ചാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒഴിയുക എന്നുള്ളതല്ലാതെ കൃത്യമായിട്ടുള്ളൊരു മറുപടി ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടില്ല. പക്ഷേ ഇതങ്ങനെയല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ തൽക്കാലത്തേക്ക് എന്താ പറയുക, ഒരു മറ ഉണ്ടാക്കി രക്ഷപ്പെടാൻ പാകത്തിലുള്ള അലിഗേഷനേ ഉണ്ടായിരുന്നു. ഇതങ്ങനെയല്ല. ഇത് കംപ്ലീറ്റ് ഡാറ്റ പരിശോധിച്ചുകൊണ്ട് കൃത്യമായി പോയിൻ്റ് ഔട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ 0,0,0,0,0 എന്ന് നമ്പർ ഇട്ടിരിക്കുന്ന 10-20 ആളുകളുടെ എണ്ണം, ആളുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിസ്തീരിക്കേണ്ടി വരുമല്ലോ കമ്മീഷന് അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ രക്ഷിതാവിൻ്റെ സ്ഥാനത്ത്, അച്ഛൻ്റെ സ്ഥാനത്തോ ഭർത്താവിൻ്റെ സ്ഥാനത്തോ പേരിൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ വെറും അക്ഷരങ്ങൾ, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് മാത്രം അടിച്ചു ചേർത്ത ആളുകൾ എങ്ങനെ വോട്ടർ പട്ടികയിൽ വന്നു എന്ന് ചോദിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതർവൈസ് ഇതേ ഡോക്യുമെൻറ്റ്സ് വെച്ചുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഇന്ന് സൂചിപ്പിക്കുന്നുണ്ട് നിയമ നടപടികളിലേക്ക് പോകേണ്ടി വരും എന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ ഇതൊരു ലീഗൽ ബാറ്റിലേക്ക് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. അതുപോലെ തന്നെ ബീഹാറിൽ ഇൻറ്റൻസീവ് റിവിഷൻ സംബന്ധിച്ച ഒരു സംവാദം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് ഈ ഒരു ഡാറ്റ രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുന്നത്. ഒരു ഭാഗത്ത് ഇലക്ട്രൽ റോൾ
ഈ വോട്ടർ പട്ടികയിൽ തന്നെ വോട്ടർ പട്ടികയിൽ റിവിഷൻ നടത്തിക്കൊണ്ട് അനേകം പേര് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ രാഹുൽ ഗാന്ധി കാണിച്ചതനുസരിച്ച് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിക്കൊണ്ട് തന്നെ ഇല്ലാത്ത ഒരുപാട് വോട്ടർമാരെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ജനാധിപത്യത്തിന് ഭീഷണിയല്ലേ ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ഒരു ഇരട്ടത്താപ്പ് നയം? ഇത് ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ അലിഗേഷൻസിന് ഒരു മറുക്രിയയല്ലേ ബീഹാറിൽ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നതെന്നുള്ള തോന്നലുണ്ടായേക്കാം. അതായത് ഇതിൽ പറയുന്ന ഇപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഇലക്ഷൻ കമ്മീഷൻ ബീഹാറിൽ ചെയ്തിട്ട് പറയുന്നത് വെച്ചാൽ ഇരട്ടിപ്പ്, ഇത്രയും പേര് ഇരട്ടിപ്പുണ്ടായിരുന്നു, അത് ഞങ്ങൾ ഒഴിവാക്കി എന്ന് പറയുന്നു. അതുപോലെ സ്ഥലം മാറ്റം, അതായത് അവിടെ താമസിച്ചിരുന്ന ആളുകൾ സ്ഥലം മാറിപ്പോയി, അവരുടെ പേര് ഞങ്ങൾ ഒഴിവാക്കിയിരുന്നു. അപ്പം വോട്ടർ പട്ടിക ക്ലീൻ ചെയ്യാനുള്ള ഒരു പണിയാണ് ബീഹാറിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നാം. പക്ഷേ അതങ്ങനെയല്ല. അതിൻ്റെ ഡീറ്റെയിൽസ് അത് നമ്മളോട് പറഞ്ഞിരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വെറുതെ റിവിഷൻ അല്ല അവിടെ ചെയ്യുന്നത്. ഈ സ്ഥലം മാറിപ്പോയ ആളുകളെ മാറ്റുകയോ മരിച്ച ആളുകളെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയോ ഇരട്ടിപ്പ് ഒഴിവാക്കുകയോ മാത്രമല്ല അവിടെ ചെയ്യുന്നത്. അവിടെ ചെയ്യുന്നത് അതിനെ പൗരത്വവുമായി ഡയറക്റ്റായിട്ട് ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ 2003 ശേഷം ഉള്ള 2003 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയിട്ടാണ് അവിടെ റിവിഷൻ. ആ റിവിഷനിൽ നിങ്ങൾ വോട്ടർമാരാണ് എന്ന് ഉറപ്പാക്കണമെങ്കിൽ ഒരു നിശ്ചിത തീയതി വരെയുള്ളവർക്ക് വോട്ടർ പട്ടികയിലുണ്ടാവും. അത് കഴിഞ്ഞുള്ള ആളുകൾ അവർ ജനിച്ച സ്ഥലവും അവർ ജനിച്ച തീയതിയും വ്യക്തമാക്കുന്ന ഡോക്യുമെൻ്റ് ഹാജരാക്കണം എന്ന് പറയുന്നുണ്ട്. ഒരു നിശ്ചിത തീയതിക്ക് ശേഷമുള്ളവർ അവർ ജനിച്ച തീയതിയും സ്ഥലവും വ്യക്തമാക്കുന്ന ഡോക്യുമെൻ്റ് മാത്രമല്ല, അവരുടെ മാതാപിതാക്കൾ ജനിച്ച സ്ഥലവും തീയതിയും വ്യക്തമാക്കുന്ന ഡോക്യുമെൻ്റ് കൂടെ ഹാജരാക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേറൊരു പൊളിറ്റിക്കൽ റീസൺ ആണുള്ളത്. മാത്രമല്ല അവിടുന്ന് എലക്ഷൻ വോട്ടർ പട്ടികയിൽ നിന്നുള്ള ഡിലീഷൻ്റെ കണക്ക് വരുമ്പോൾ RJDക്കും കോൺഗ്രസിനുമൊക്കെ സ്വാധീനമുള്ള മേഖലകളിൽ നിന്ന് കൂടുതൽ ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കണക്കുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡാറ്റ അവിടെയും ഇലക്ഷൻ കമ്മീഷൻ ഈ ഡാറ്റ കൊടുക്കുന്നില്ല. ബൂത്ത് തലത്തിലുള്ള കണക്ക് തരണം എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യമാണ്. എന്നാലേ അവർക്ക് ഇത് ഒത്തുനോക്കാൻ പറ്റുള്ളൂ. ബൂത്ത് തലത്തിൽ നോക്കാം. അല്ലാതെ സ്റ്റേറ്റിൻ്റെ മുഴുവൻ വോട്ടർ ലിസ്റ്റിങ് തന്നു കഴിഞ്ഞാൽ എവിടേക്കാണ് എന്താണെന്ന് വിചാരിച്ചിട്ടാണ് ആളുകൾ ഒത്തുനോക്കുക. അപ്പോൾ ബൂത്ത് തലത്തിൽ വോട്ടർ പട്ടിക തരണം എന്ന് ഇലക്ഷൻ കമ്മീഷനോട് തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യം. അത് ഇതേവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ഒത്തുനോക്കാനുള്ള അവസരം കൊടുക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏറ്റവും അവസാനം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഈ വോട്ടർ പട്ടിക അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഇത് ചോദ്യം ചെയ്ത് കോടതി പോകാൻ പറ്റില്ല. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോടതി പറയുക ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇത് പരിഗണിക്കാം എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ ആ പഴുത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപക്ഷെ ബീഹാറിൽ ഉപയോഗിച്ചേക്കാം. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നേരെ വിരുദ്ധമായൊരു പണിയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഡെലിബറേറ്റ് ആയിട്ട് കുറേ ആളുകളെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇവിടെ നേരത്തെ നടന്നിരുന്നത് ഡെലിബറേറ്റ് ആയിട്ട് കുറേ ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് റിസൾട്ട് മാനുഫാക്ചർ ചെയ്യുന്ന പണിയാണ് ഇവിടെ നടക്കുന്നത്. അവിടെ ഒഴിവാക്കിയിട്ടാണ് റിസൾട്ട് മാനുഫാക്ചർ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇവിടെ കൂട്ടിച്ചേർത്ത് റിസൾട്ട് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ ഈ അലിഗേഷൻ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉന്നയിക്കുന്നതല്ല, ഇത് ഡാറ്റ വെച്ച് ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെയുള്ള 5 മാസത്തിനിടെ ഏതാണ്ട് 1 കോടി പുതിയ വോട്ടർമാർ മഹാരാഷ്ട്രയിൽ പേര് ചേർത്തു എന്നുള്ള വിവരം വന്നിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ 5 മാസത്തിനിടെ 1 കോടി വോട്ടർമാർ പുതുതായിട്ടുണ്ടാവുക എന്നുള്ള ക്വസ്റ്റ്യൻ അന്ന് തന്നെ റേസ് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിനൊരു അലിഗേഷനായിട്ട് അന്ന് പറഞ്ഞിരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെ ഈ സമയത്തിനുള്ളിൽ മഹാരാഷ്ട്രയിലെ പല അസംബ്ലി സെഗ്മെൻറ്റ്സിലേക്കും കൊണ്ടുവരികയും വോട്ട് ചേർക്കുകയും ചെയ്തതാണ് എന്ന് പറയും. ഇതേ ആളുകൾ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് സംസ്ഥാനം ഏതാണോ അങ്ങോട്ട് വേണമെങ്കിൽ പോകാവുന്നതാണ്, ഒരു പ്രയാസമില്ല. കാരണം അത്തരം സംഘടനാ സംവിധാനം ഉള്ള ഒരു പാർട്ടിയാണ് ഇന്ന് BJP. ആ സംഘടനാ സംവിധാനം ആ BJPക്ക് ഇതിന് പാകത്തിനുള്ളൊരു ഒരു മനുഷ്യാധ്വാനം നൽകാൻ പാകത്തിന് RSS അവിടെ ഉണ്ട്. നമുക്കറിയാമല്ലോ, ബംഗാളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള RS പ്രവർത്തകർ മുഴുവൻ ബംഗാളിൽ പോയി പണിയെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ ഒരു മെക്കാനിസം. അപ്പോൾ ഇത് അവിടെ പോയി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുക മാത്രമല്ല, വോട്ടിന് ആളെ എത്തിക്കാൻ പോലും ഒരു പക്ഷേ കഴിയും. അത്രയും സംഘടനാ സംവിധാനമുണ്ട്, അത്രയും പണവുമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൻ്റെ കണക്ക് നോക്കിയാൽ മതി. ഏതാണ്ട് 6000 കോടി ഉറുപ്പികയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ഫണ്ടായിട്ട് ഔദ്യോഗികമായിട്ട് കണക്കിൽപ്പെടുത്തി BJPക്ക് കിട്ടുന്നത്. കണക്കിൽപ്പെടാതെ എത്ര കിട്ടുന്നുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ പണം ഉപയോഗിക്കാൻ പറ്റും. ഇതിനൊക്കെ സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ പുറത്തേക്ക് കൊണ്ടുവരാൻ പാകത്തിലുള്ള ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ
BJPയുടെ ഒരു ചക്രവ്യൂഹത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു ആരോപണം രാഹുൽ ഗാന്ധി പറയുകയുണ്ടായിരുന്നു. അത് പൊട്ടിക്കാനുള്ള ശ്രമം പലപ്പോഴും ഇന്ത്യ മുന്നണി രൂപീകരണവും അതിനുശേഷമുള്ള ചർച്ചകളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഈ രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ച രൂപത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഈ ഡിസ്കഷൻ മുന്നോട്ട് പോയില്ലെങ്കിലും, ഇലക്ഷൻ കമ്മീഷൻ്റെ സഹകരണം അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിലും, ഭരണഘടനാപരമായി ഒരു പാർട്ടിയോടും കൂറില്ലാതെ പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ എൻ്റെ വോട്ട് വിലപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം, ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അത്ര സുതാര്യമല്ല ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യങ്ങൾ എന്ന് ബോധ്യപ്പെടാനെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രസന്റേഷൻ ഉപകരിക്കുമെന്ന് തോന്നില്ലേ? അത് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു വിശ്വാസ്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾ കുറേ കാലമായിട്ട് അന്തരീക്ഷത്തിലുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഡേറ്റ് BJP നേതാക്കൾ ട്വീറ്റ് ചെയ്ത സംഭവം നമ്മുടെ ചരിത്രത്തിലുണ്ട്. ഇലക്ഷൻ കമ്മീഷണർമാരായി നിയമിക്കപ്പെട്ട ആളുകൾ, ഇപ്പോൾ അശോക് ലവാസയെ പോലുള്ള ആളെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നുള്ളതിന് ഇതൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അതിനുശേഷം അശോക് ലവാസയുടെ ബന്ധുക്കളൊക്കെ ആദായനികുതി വകുപ്പിൻ്റെയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും റെയ്ഡിന് ഇരയായത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കിപ്പോഴും അറിയില്ല. അരുൺ ഗോയൽ എന്ന് പറയുന്ന കക്ഷി റിട്ടയർ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഇലക്ഷൻ കമ്മീഷനിൽ നിയമിക്കപ്പെടുകയും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, ഒരു മാസം മുമ്പോ 1.5 മാസം മുമ്പോ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം വളരെ പെട്ടെന്ന് രാജിവെച്ച് പോവുകയും ചെയ്തു. അതിൻ്റെ കാരണം എന്താണ് ഇതെന്ന് ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. അതുപോലെ പലതരത്തിൽ പല രീതിയിൽ ഇപ്പോൾ മാതൃകാ പെരുമാറ്റച്ചട്ടം തന്നെ നടപ്പാക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണത്തിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ കാര്യത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നതിൻ്റെ കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ ഒരു ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ ഒരു ടൂൾ മാത്രമായി മാറുന്ന കാഴ്ച നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ആക്ഷേപത്തിന് കുറേ കൂടെ ബലം നൽകുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പറയുന്ന ഇപ്പോൾ ഡാറ്റ വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ആരോപണങ്ങൾ. ഇപ്പോൾ ഒരു പൗരനെ സംബന്ധിച്ച് എൻ്റെ വോട്ടർ പട്ടികയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വോട്ട് ക്രമവിരുദ്ധമായി ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പൗരനെ സംബന്ധിച്ച് വളരെ പരിമിതമായ ഇടപെടലേ ഇതിൽ നടക്കുള്ളൂ. അതുകൊണ്ടാണ് കുറേ കൂടെ സംഘടിതമായൊരു പരിശോധന ഇതിൽ നടക്കേണ്ടത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്തുകൊണ്ടാണ് ഡിജിറ്റൽ ഡോക്യുമെൻ്റ് തരാൻ ഇലക്ഷൻ കമ്മീഷൻ ഡിജിറ്റലായിട്ട് ഇത് ലഭ്യമാക്കുകയാണെങ്കിൽ ഇതിൻ്റെ പരിശോധന വേഗം നടക്കും. ഇത് പുതിയ കാലമാണ്, അതിന് പാകത്തിനുള്ളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഒരു ഫോട്ടോ, ഐഡൻറ്റിക്കലായൊരു ഫോട്ടോ, മിനിമം ഒരു 22 ലക്ഷം പേരുണ്ടാവും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ. ഈ 21 ലക്ഷം പേരുടെയും ഫോട്ടോ മാച്ച് ചെയ്ത് ഫിസിക്കലി നോക്കുക എന്ന് പറയുന്നത് ഒരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. പക്ഷേ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണെങ്കിൽ അതൊരു വിത്തിൻ മിനിറ്റ്സ് കഴിയുന്നൊരു പ്രക്രിയ ആയിരിക്കും, വളരെ എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ വീട്ട് നമ്പർ 0 എന്ന് രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിട്ടുള്ള വീട്ട് നമ്പർ ഉള്ള ഏതെങ്കിലും വോട്ടർ ഉണ്ടോ ഇതിൽ എന്ന് നോക്കാനാണെങ്കിൽ വളരെ എളുപ്പത്തിൽ സാധിക്കും. രക്ഷിതാവിൻ്റെ പേരില്ലാത്ത വോട്ടർമാരാരെങ്കിലും ഉണ്ടോ, ലെജിബിൾ അല്ലാത്ത ഉണ്ടോ എന്ന് നോക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ കഴിയുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയാം. അതുകൊണ്ടാണ് ഡിജിറ്റൽ ഡോക്യുമെൻ്റ് കൊടുക്കാത്തത്. അപ്പോൾ ഇതൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇൻറ്റഗ്രിറ്റിയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യനാണ് ഉയർത്തുന്നത്. നേരത്തെ തന്നെ സംശയത്തിലാണ്, ആ സംശയത്തെ കുറെ കൂടെ ഉറപ്പിക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. റൈറ്റ്. രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം ഒരൊറ്റ മണ്ഡലത്തിലെ ഡാറ്റ വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് രാജ്യം ഇന്ന് അത് മാധ്യമങ്ങളിലൂടെ കണ്ടത് കേട്ടത്. ഇതിൻ്റെ ഫോളോ അപ്പ് എങ്ങനെയുണ്ടാകും എന്നതിനനുസരിച്ചിരിക്കും ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം. അത് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തുമാത്രം ചലനങ്ങൾ ഉണ്ടാക്കാൻ മാത്രം പോകുന്നതാണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.